നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ. ഈ ഇടയ്ക്ക് നമ്മുടെ ചെറുപ്പക്കാരിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ എണ്ണം വളരെയധികം കൂടുന്നു. ഒരുപാട് പേർക്ക് സ്ട്രോക്ക് വരുന്നു. എന്താണ് ഇതിന് കാരണം? ഡെഫിനറ്റ്ലി നമ്മുടെ ധമനികളിലുള്ള ഒരു ഇൻഫ്ലമേഷനാണ് ഇതിന് കാരണം. നമുക്ക് ഇതെങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാം? നമ്മുടെ ഡേ ടു ഡേ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയാൽ നമുക്കിത് ഒഴിവാക്കാൻ സാധിക്കും? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ബീട്രൂട്ടിനാണ്. നമ്മൾ പല ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. പക്ഷേ എങ്കിലും ബീട്രൂട്ടിനകത്ത് ഒരുപാട് നൈട്രേറ്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ ധമനികളിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കുകയും വാസോ ഡയലറ്റേഷൻ, അതായത് സ്വാഭാവികമായിട്ടും ഹൃദയാഘാതം ഉണ്ടാകുമ്പോഴോ സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? രക്തം കട്ടപിടിക്കും. രക്തം കട്ടപിടിക്കുന്നതിനോടൊപ്പം ബ്ലഡ് വെസൽസ് ചുരുങ്ങും. അപ്പോൾ ഈ ചുരുങ്ങുന്നത് നിവരാനായിട്ട് നമ്മുടെ ഈ ബീട്രൂട്ടിന് സാധിക്കും. സെക്കൻഡ് തിങ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്. സ്ട്രെസ് മാനേജ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? വലത്തെ മൂക്ക് അടച്ചു വെച്ചിട്ട് ഇടത്തെ മൂക്കിൽ കൂടെ ശ്വസിക്കുക. അപ്പോൾ നമുക്ക് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ വലത്തെ മൂക്ക് അടച്ചു വെച്ച് ലെഫ്റ്റ് മൂക്കിൽ കൂടെ തന്നെ ശ്വാസം എടുത്ത് വിട്ടാൽ നമ്മുടെ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. ഹൃദയാഘാതം അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. താങ്ക് യു.